കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്ന് രാവിലെ 11:30 എൻ്റെ വീട്ടിൽ 3 പേര് വന്ന് ബാംബു കർട്ടൻ ഇടാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് ഞാനും ഭാര്യയും പറഞ്ഞു. അപ്പോൾ അവർ സങ്കടത്തോടെ, സാറേ, ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും വരികയാണെന്നും ജീവിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരോട് ദയ തോന്നി. എത്ര രൂപ വരുമെന്ന് തിരക്കി. അപ്പോൾ 1700 രൂപ എന്ന് മറുപടി നൽകി. അത്രയും തുക ഇപ്പോൾ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് തന്നാൽ മതിയെന്നായി. ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ബാംബു കർട്ടൻ വീടിന് മുന്നിൽ സ്ഥാപിക്കാൻ തുടങ്ങി. അനുവാദം പോലും ചോദിക്കാതെ വീടിനകത്ത് കയറി കറണ്ട് കണക്ഷൻ എടുത്ത് ഭിത്തിയിൽ മെഷീൻ ഉപയോഗിച്ച് തുളച്ച് കർട്ടൻ സ്ഥാപിച്ചു. ഇതൊക്കെ സെക്കൻഡുകൾക്കകം കഴിഞ്ഞുവെന്ന് ഓർക്കണം. തുടർന്ന് അളവെടുത്ത ശേഷം 6000 രൂപ നൽകണമെന്നായി. അത് കേട്ട് ഞെട്ടി. 1700 രൂപ അല്ലേ റേറ്റ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഭീഷണിയായി. അപ്പോഴാണ് പാവങ്ങളെപ്പോലെ വന്ന അവരുടെ തനിനിറം പുറത്തു വന്നത്. 6000 രൂപ കിട്ടാതെ അവർ പോകില്ലെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. വീട്ടുടമയ്ക്ക് അത്രയും പണം നൽകാൻ കഴിയില്ലെന്നും കർട്ടൻ തിരികെ കൊണ്ടുപോകാനും പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്നായി. കർട്ടൻ അഴിക്കാൻ പറ്റില്ല, ഇതിൻ്റെ ചാർജ് നിങ്ങളിൽ നിന്നും വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാം. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരുവൻ പോലീസ് വരട്ടെ, അപ്പോൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഭീഷണി വീണ്ടും തുടർന്നു. ഉടനെ 100-ൽ വിളിച്ചതോടെ അവർ കർട്ടൻ അഴിച്ചെടുത്ത ശേഷം ഭീഷണി തുടർന്നു. കുറച്ചു കഴിഞ്ഞ് പോലീസ് വീട്ടിലെത്തി. ഉണ്ടായ വിവരങ്ങൾ അവർക്ക് കൈമാറി. ഇതിനിടയിൽ അവരുടെ വീഡിയോ മൊബൈലിൽ ആ വീട്ടുടമസ്ഥൻ പകർത്തിയിരുന്നു. ആ വീഡിയോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. പോലീസ് വരുന്നതിന് മുമ്പ് ഇവന്മാർ മുങ്ങുകയും ചെയ്തു. ഇനി പോലീസ് നോക്കട്ടെ. ഇതുപോലുള്ള ആളുകൾ നിങ്ങളുടെ വീടുകളിലും വന്നേക്കാം, സൂക്ഷിക്കുക. ഇതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട കുറിപ്പ്. ഏറെക്കാലമായി ഈ തട്ടിപ്പ് സംഘങ്ങൾ നമ്മൾക്കിടയിൽ അർമാദിക്കുകയാണ്. ആരും പോലീസിൽ പരാതി നൽകാനോ നടപടിയെടുപ്പിക്കാനോ ശ്രമിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പിറകെ നടക്കാൻ വയ്യ, അതിന് സമയവുമില്ല, പൊല്ലാപ്പുകൾ എന്തിനാ തലയിലെടുത്ത് വെക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ അങ്ങനെ ചിന്തിക്കരുത്. ഇതിനൊരു അവസാനം കണ്ടേ തീരും. ആരുമില്ലാത്ത പ്രായമുള്ളവരെയാണ് ഇവർ അധികവും ടാർഗറ്റ് ചെയ്യുന്നത്. അത്ഭുതമാണ്, ഒരു പോലീസിനും തൊടാനാവാതെ ഇപ്പോഴും അവർ നമുക്കിടയിൽ വിലസി നടക്കുന്നു എന്നുള്ളത്. ഇവരെ വീടിൻ്റെ പരിസരത്ത് കണ്ടാൽ പോലീസിനെ വിളിക്കണം, പിന്നീട് ആ വഴി വരില്ല. മറ്റൊരു കൂട്ടരുണ്ട്, ഇതിൻ്റെ പേരിൽ വീടും പരിസരവും നോക്കി വെച്ചിട്ട് രാത്രി വന്ന് മോഷണം നടത്തുന്നവർ. വീടുകളിൽ ആളുകളുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരെല്ലാം, വീടിനുള്ളിൽ കയറേണ്ട വഴി, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് രാത്രികാലങ്ങളിൽ വന്ന് മോഷണം നടത്തുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇവരെ പരിസരത്ത് പോലും അടുപ്പിക്കരുത്. ജാഗ്രത.